ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സിറാണ്. സോ നമുക്ക് കൂടുതലും ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, പ്രത്യേകിച്ച് അമ്മമാരായ സ്ത്രീകൾ, അതായത് എന്നെപ്പോലുള്ള കുലസ്ത്രീകൾ, ചുമ്മാ പറഞ്ഞ കേട്ടോ, അങ്ങനത്തെ ആളുകൾ ചോദിക്കുന്നത് മുടിയിൽ എന്താ യൂസ് ചെയ്യുന്നത്, ഹെയർ ഫോൾ ഉണ്ടായിട്ടില്ലേ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം. സോ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സിറംസ്, പേഴ്സണലി യൂസ് ചെയ്യുന്ന സിറംസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഹെയർ ഫോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഡെലിവറിക്ക് പോസ്റ്റ് പാർട്ടായിട്ട് ഉണ്ടാവുന്നതാണോ ചോദിച്ചാൽ അതും എനിക്കറിയില്ല. കാരണം എൻ്റെ മുടി എങ്ങനെയാണ്, കുറച്ച് നാളായിട്ട് കുറേയൊക്കെ നമ്മളുടെ കയ്യിലത്തെയാണ്. നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുവിധം ഞാൻ എന്താ പറയുക, ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എൻ്റെ മുടി ഒരുവിധമൊക്കെ പൊട്ടിപ്പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കെരാറ്റിൻ, ബോട്ടോക്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കതിൽ നിന്ന് കുറേ ഡിഫറൻറ്റ് തോന്നിയിരുന്നു കേട്ടോ. ഹെയർ ഒരുവിധം ഈ പറഞ്ഞ പോലെ ബ്രേക്കേജ് കുറഞ്ഞു, അത്യാവശ്യം തിക്നെസ് ആയി. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ഭയങ്കര തിന്നും, വരുന്നത് നല്ല കട്ടിക്കല്ലേ. സോ എനിക്ക് അങ്ങനെയാണ്. എൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ടെക്സ്ചറാണ്. പക്ഷേ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ടെക്സ്ചർ തീരുമാനമാവുമല്ലോ. ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഒരുവിധം ഈ ബയോ ലേജ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. എനിക്ക് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഹെയറിൽ ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറുന്നതെന്ന് തോന്നുന്നു. വിൻ്റർ വരുമ്പോൾ വേറൊരു ടെക്സ്ചർ, അതുപോലെ മഴക്കാലമായ വേറൊരു ടെക്സ്ചർ. എനിക്കറിയില്ല അതെന്താ അങ്ങനെയെന്ന്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എങ്ങനെയാണെന്നറിയാം, ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ എണ്ണ തലയിൽ തേച്ച്. എനിക്ക് സ്പാ ചെയ്യുന്നേക്കാളും എത്രയോ കംഫർട്ടബിളാണ് എൻ്റെ തലയിൽ ഓയിൽ ഇട്ടതിന് ശേഷം ഞാൻ നല്ലൊരു ഷാമ്പൂ കണ്ടീഷണറും യൂസ് ചെയ്ത്, അല്ലെങ്കിൽ മാസ്കും യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു പെർഫെക്ഷൻ എനിക്ക് എന്താണെന്നറിയില്ല. എണ്ണ തേച്ചിട്ട് കിട്ടുന്ന ആ ഒരു ഡിഫറൻറ്റ് എനിക്ക് ഒരു സ്പാലും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് എണ്ണ തേച്ചിട്ട് കാര്യമില്ല, എണ്ണ തേച്ചിട്ട് മുടിക്ക് ഒന്നും കിട്ടാനില്ല. കുറേ പേര് പറയുന്നുണ്ട് സ്കാൽപ്പിൽ നിന്ന് തന്നെ ഓയിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഒരിക്കലും എണ്ണ തേക്കണ്ട. സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല. എന്നിരുന്നാൽ കൂടി ഞാൻ പേഴ്സണലി ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു ഡിഫറൻറ്റ് എനിക്ക് തോന്നാറുണ്ട്. കാരണം എനിക്ക് ഓൾറെഡി ഓയിൽ എപ്പോഴും എൻ്റെ തലയിൽ ഒരു തരി പോലും വെക്കാൻ പറ്റില്ല. കാരണം അധികം വെച്ചിരുന്നാൽ പോലും എനിക്ക് എന്താ പറയുക, ഭയങ്കര അലർജിക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിപ്പോൾ ഫുഡിലായാലും ഉണ്ട്, ഡസ്റ്റിലായാലും ഉണ്ട്, ഫ്രാഗ്രൻസിലായാലും ഉണ്ട്. ചിലതൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര പൊടി, എല്ലാതും ഒരുവിധം കാര്യത്തിലും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓയിലായാലും ഒരു പരിധി വരെ എൻ്റെ തലയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ യൂസ് ചെയ്യാന്ന് പറയുന്നത് വീക്കെൻഡിലോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും. തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് ചെയ്യും. തല അങ്ങനെ ഭയങ്കര ഡ്രൈ ഒക്കെ ആയിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് യൂസ് ചെയ്യും. അതിനുശേഷം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ബയോളേജിൻ്റെ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിറം എന്ന് പറഞ്ഞാൽ ബയോ കെയർ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരേ ഒരു സിറം ഉണ്ടായിട്ടുള്ള ഹെയറിൻ്റെ, അത് മറ്റേ ആമസോൺ സീരീസിൻ്റെ ആയിരുന്നു. അത് ഒരു 2 ഇയേഴ്സ് ബിഫോറൊക്കെ ആയിട്ട് എൻ്റെ മുടി ഭയങ്കര ബ്രേക്കേജ് ആയിരുന്നു. അങ്ങനെ ഞാൻ എന്താ പറയുക, നമ്മുടെ ടൂണിയങ്കയിൽ പോയിട്ടായിരുന്നു അന്ന് ഞാൻ സിസ്റ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. ആ ഒരു ടെക്സ്ചറും ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് പിന്നെ എൻ്റെ മുടിക്ക് എനിക്ക് ട്രീറ്റ്മെൻറ്റിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ എനിക്ക് അതിനുശേഷം എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ആ ഒരു സിറം, പിന്നെ അന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നതും വെല്ലയുടെ ഷാമ്പുവും അതുപോലെ ഡിഫാബുലസിൻ്റെ കണ്ടീഷണറായിരുന്നു. പക്ഷെ ആ ഒരു സിറം എൻ്റെ പൊന്നി ആകെ ഇത്രയേ ഉള്ളൂ ബോട്ടിൽ. പക്ഷേ ഉണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു സിറം അവരെന്നോട് പറയാ, നിങ്ങളൊരു കുഞ്ഞിനെ പോലെ ഇത് കൊണ്ടു നടത്തും. കാരണം 2-3 ഡ്രോപ്സ് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്, ഈ 2-3 ഡ്രോപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, ആ 3 ഡ്രോപ്പ് മതി നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ. രണ്ടാമത്തെ കേസ് അത്ര കോസ്റ്റ്ലിയാണ്. കാരണം അന്ന് ഞാൻ വാങ്ങിക്കുമ്പോണ്ടായിരുന്നു 2350 രൂപ. അതായത് ചെറിയ ഇത്രയേ ഉള്ളൂ അതിന്. ഇപ്പം അതിൻ്റെ വില നോക്കിയേ വേണ്ട. കാരണം ഇപ്പം അത് കിട്ടാനുമില്ല. കാരണം അത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ബോട്ടിൽ കണ്ടോ, ഇത്രയേ ഉള്ളൂ. എക്സാക്റ്റ് ഇതുപോലെയൊക്കെ തന്നെ കാണാം. പക്ഷെ ഇതല്ല കേട്ടോ. ഇത് എന്താ പറയുക, ഇതൊരു നമ്മുടെ അങ്ങനെയൊക്കെ പറയില്ലേ, നമ്മുടെ മേലൊക്കെ തേക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് എന്താ പറയുക, ഈ പറയുന്ന പോലെ ഹെയറിൽ തേച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ടെക്സ്ചറും അതിൻ്റെ ഒരു
ആ ഒരു ഇത് എനിക്ക് ഒന്നിലും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയൊക്കെ ഞാൻ മാറ്റി മാറ്റി ട്രൈ ചെയ്യും. നമ്മൾ ഓരോ പാർലറിൽ പോകുമ്പോൾ നമുക്ക് എന്താണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ഇത് കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഹെയറിൽ ഞാൻ എന്താ പറയുക നല്ലതൊക്കെ ട്രൈ ചെയ്യാൻ നോക്കും. പക്ഷേ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി. കാരണം നമുക്ക് ആകെ എന്താ പറയുക അതൊക്കെ ഡെയിലി യൂസ് ചെയ്യണ മുടിയുടെ ടെക്സ്ചർ തന്നെ അടിപൊളിയാവും. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം അതിന് കൂടിപ്പോയാൽ അന്നൊരു 2 വർഷത്തിന് മുന്നൊക്കെ അതിന് ഇത്രയുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം എന്തായാലും ഒരു 4 രൂപയുടെ താഴെ ഉണ്ടാവും, ഒരു 4000 സംതിങ് താഴെ ഉണ്ടാവും. സോ അത്രയൊന്നും നമുക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയുള്ളതിന് നമ്മളിങ്ങനെ എന്തോ ഇത്രയും നമ്മുടെ തലയിലൊന്നും തേക്കാൻ പറ്റില്ല. പിന്നെ മുടി ക്വാണ്ടിറ്റി ഉള്ളവരെ കാര്യം പറയാൻ വേണ്ട, അവർക്കൊക്കെ എന്താ പറയുക ഒരാഴ്ചയ്ക്ക് ഉണ്ടാവുള്ളൂ ഒരു ബോട്ടിൽ. പിന്നെ ഈ കാണുന്ന ലിവിയോണിൻ്റെ സിറം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു സാമ്പിൾ പാക്കറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് എന്താ പറയുക എൻ്റെ ഒരു കസിൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിനിപ്പോൾ ഇങ്ങനെ നമ്മുടെ ഷാമ്പൂ പാക്കറ്റ് അതുപോലെ ഈ പറയുന്ന പോലെ നമ്മളുടെ കച്ചപ്പില്ലേ ടൊമാറ്റോ കച്ചപ്പ് അതിൻ്റെ രീതിക്കൊക്കെ കിട്ടുന്നുണ്ട്. അന്നൊക്കെ ഞാനിത് എന്താ പറയുക യൂസ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് അത്ര വലിയ കംഫർട്ടബിൾ ആയിരുന്നില്ല. പിന്നെ വീണ്ടും ഞാൻ കുറേ നാൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ 2-3-4 മാസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ പാക്കറ്റ് വീണ്ടും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു ഓരോ സീസണിലായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. അറിയില്ല, എൻ്റെ മുടിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓരോ കളർ ചെയ്യുന്നതനുസരിച്ച് മുടിയുടെ ടെക്സ്ചർ മാറും ഇല്ലേ. അതുപോലെ തന്നെ കളർ ചെയ്യാത്തപ്പോൾ നല്ല ടെക്സ്ചർ ആയിരിക്കും, വേറെ അങ്ങനെ മാറി ചേഞ്ച് ആയിട്ടുകൊണ്ടിരിക്കും. സോ ഈ കാണുന്നത് ഫ്രിസി ഹെയറിനൊക്കെ ബെസ്റ്റ് ആട്ടോ. പിന്നെ നല്ല മൈൽഡ് സ്മെല്ലാണ് ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞിട്ടല്ലോ, എന്താ പറയുക അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. പിന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ തന്നെ വേറൊരു സ്പ്രേ ഉണ്ട്, നമുക്ക് സെറ്റിംഗ് സ്പ്രേയും കിട്ടും. പോരാത്തതിന് ഇതിൻ്റെ തന്നെ ഒരു നല്ലൊരു എന്താ പറയുക ഹെയർ സെറ്റിങ്ങോ അങ്ങനെ എന്തോ പറഞ്ഞാൽ വേറെ സംഭവമുണ്ട്. ഞാൻ പണ്ടെങ്കിൽ തെറ്റി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആൻറ്റി ഫ്രീസ് ആയിട്ടുള്ള ഒരു സിറാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. അതായത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണം. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെയർ സിറം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഒരു ബ്ലൂ കളറിലുള്ളത് പറഞ്ഞില്ലേ. ഇതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഡ്രൈ ഹെയറിനായിട്ടുള്ളതും അതുപോലെ ഫ്രീസി അതുപോലെ എന്താ പറയുക റഫായിട്ടുള്ള ഹെയറിനൊക്കെ പറ്റിയതാണ്. 24 hours സ്മൂത്ത് ചെയ്തിരിക്കുന്നൊക്കെ പറയുന്നത്. എൻ്റെ ഹെയറിലെന്ന് സംബന്ധിച്ച് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നന്നായി മുടി അങ്ങോട്ട് തീരുമാനവും വേർത്തങ്ങോട്ട് കിടക്കും. ചിലപ്പോൾ എനിക്ക് എന്താ പറയുക ആ ഒരു ഈവനിങ്ങിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യുക. കാരണം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് മുടി ഇവിടെ ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്ത് വന്നു കണ്ടോ ഈ വശം. അപ്പം ഞാനൊന്ന് അഴിച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. എന്തായാലും ഇന്ന് ഹെയർ വാഷ് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ മാക്സിമം നമ്മൾ എന്താ പറയുക നമ്മുടെ ഹെയർ കുറേ പേര് പറയും 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നല്ലതാണ്, ശരിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് കൂടുതലും ഞാൻ ട്രൈ ചെയ്യാൻ നോക്കും. പക്ഷെ തല ആകെ വേർത്തിരിക്കുന്ന സമയത്ത് എനിക്ക് തല വാഷ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് പെട്ടെന്ന് ഡാൻഡ്രഫ് വരും. അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഈ കാണുന്നതാണ് വെല്ലൻ്റെ സിറം ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതും ഈ പറഞ്ഞ പോലെയാണ്. ഈ ഒരു റേറ്റിന് ചിലപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൽ പിന്നെയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന് എത്രയായിരുന്നു, ഇതിനൊരു 1400 ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഹെയർ സിറം എന്ന് പറയുമ്പോഴൊക്കെ എല്ലാവരും മാക്സിമം നല്ലതും ആവണം. എല്ലാവരും ഒരുവിധം ഞാനടക്കം എല്ലാവരും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കുറവിൽ നല്ല സാധനം കിട്ടണം. അതുപോലെ നമ്മളൊരു സൈറ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര ബഡ്ജറ്റ് ഉണ്ടെങ്കിലും എനിക്ക് നിറയെ സാധനങ്ങൾ അത് നല്ല ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ കിട്ടണം, അങ്ങനെയല്ല. സോ ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി നല്ലൊരു സിറാട്ടോ. ഇതിപ്പം ഞാനൊരു 3 ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം 100 ml വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സിറംസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സിറം കാണാം. സോ എല്ലാവരും സ്റ്റേ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.